അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ. നമ്മൾ സൂറത്തുൽ അംബിയ ആണ് തുടങ്ങുന്നത്. 21-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയ. ആകെ 112 ആയത്താണ് ഉള്ളത്. അവതരിച്ചത് മക്കയിലാണ്. സൂറത്തുൽ മക്കി ആണ് സൂറത്തുൽ അംബിയ. അംബിയ എന്ന് പറഞ്ഞാൽ നബിയുൻ എന്നതിൻ്റെ ബഹുവചനമാണ്, ജംആണ് അംബിയ. ഈ സൂറത്തിലെ പരാമർശം നബിമാരെക്കുറിച്ച് തന്നെയാണ്. ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യഅഖൂബ് നബി, നൂഹ് നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, അയ്യൂബ് നബി, യൂനുസ് നബി, സക്കരിയ നബി, യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള നബിമാരെക്കുറിച്ചാണ് ഇതിലുള്ള പരാമർശങ്ങൾ. അപ്പോൾ 10-ലധികം നബിമാരെക്കുറിച്ച് ഈ സൂറത്തിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ പരാമർശിക്കുന്ന മറ്റൊരു വിഷയമാണ് മഹ്ശറ. മഹ്ശറയും അതിൻ്റെ ഗൗരവവുമാണ്. പരലോകം, അവിടുത്തെ ശിക്ഷകൾ, പ്രയാസങ്ങൾ ഒക്കെ അതിൻ്റെ ഗൗരവങ്ങളൊക്കെയാണ് അറിയിക്കുന്നത്. മറ്റൊന്ന് മനുഷ്യരുടെ അശ്രദ്ധയെക്കുറിച്ച് പരാമർശിക്കുന്നു. വഹും ഗാഫിലൂൻ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. മൊത്തത്തിൽ മനുഷ്യരുടെ അശ്രദ്ധയെക്കുറിച്ച് പറയുന്നതോടൊപ്പം കാര്യമായി ഊന്നൽ കൊടുക്കുന്നത് മുശ്രിക്കുകളുടെ അശ്രദ്ധയെക്കുറിച്ചാണ്. ഓരോ അമ്പിയാക്കന്മാരും ദഅവത്ത് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുമ്പോൾ മുശ്രിക്കുകൾ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവും അവരുടെ അവഗണനയും അവഹേളനവും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖുർആൻ പറയുന്ന മറ്റൊരു ഭാഗമാണ് ഖുറൈശികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച്. അതേപോലെ തന്നെ പ്രവാചകൻ മനുഷ്യനാകാൻ പറ്റുമോ? അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. നബി മനുഷ്യനാകാൻ അത് അവർ അംഗീകരിക്കുന്നില്ല. 1-2 ഭാഗങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മെപ്പോലെ നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ പറഞ്ഞത് ഞങ്ങളെപ്പോലെയുള്ള ഒരു നബിയാണോ? അതെങ്ങനെയാണ് നബിയാവുക? ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ ആ നബിയാകാനോ? അതെങ്ങനെ സമ്മതിക്കും? നബി എന്ത് ചെയ്യും? നമ്മളെ പോലെ നടക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നു. അതൊന്നും നബിയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മറിച്ച് ഒന്നുകിൽ ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണണം, ആകാശത്ത് നിന്ന് ഗ്രന്ഥം ഇറങ്ങുന്നത് കാണണം. ഇങ്ങനെ കുറേ ഡിമാൻഡുകൾ അവർ വെച്ചിരുന്നു. അപ്പോൾ മുശ്രിക്കുകളുടെ ആരോപണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹിറാണെന്ന് പറഞ്ഞു, കവിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മുശ്രിക്കുകൾ നടത്തി. അതോടൊപ്പം ഖുർആൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ജീവിതം വിനോദമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനെ ഖുർആൻ കൃത്യമായി ഖണ്ഡിക്കുകയാണ്. ജീവിതം എന്തല്ല, വിനോദമല്ല എന്നാണ്. ഈ ലോകം കളിതമാശയായിട്ടൊന്നല്ല പടച്ചവൻ സൃഷ്ടിച്ചത് എന്നും ഖുർആൻ പരാമർശിക്കും. മലക്കുകളുടെ പരിശുദ്ധി കൂടുതൽ പറയുന്നു. മലക്കുകൾ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് വിശ്വസിക്കുന്നു. ചില ആളുകൾ മലക്കുകളെ ആരാധിക്കുന്നു. ആ കൂട്ടത്തിൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, എന്നാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സൃഷ്ടികളാണ് എന്നും, മലക്കുകൾ പാപം ചെയ്യാത്തവരാണ് എന്നും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാണ് എന്നും, കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കാത്തവരാണ് എന്നുമൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെ പറഞ്ഞത് ആരാധ്യ വിഷയമാണ്. ഒന്നിലധികം ഇലാഹുകൾ ഈ ഭൂമി ലോകത്തിലുണ്ടായാൽ എന്താവും? ആകെ ലൗകാന ഫിഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദ, ആകെ തകരാറാകുമായിരുന്നു ഈ പ്രപഞ്ചമാസകലം എന്നാണ്. അപ്പോൾ ഒന്നിലധികം ഇലാഹ് ഉണ്ടാവാൻ പാടില്ല, ഇലാഹ് ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയാണല്ലോ. ബസ്സിൽ ഒരു ഡ്രൈവറെ പറ്റൂ, 2 ഡ്രൈവറാണെങ്കിൽ ഒരുത്തൻ വലത്തോട്ടും ഒരുത്തൻ അടുത്തോട്ടും തിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഒറ്റ ഇലാഹേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ഖുർആൻ പറയാണ്. കാനത്ത റത്തഖൻ ഫഫതഖനാഹുമ എന്ന് പരാമർശം വരുന്നുണ്ട്. ഖുർആൻ ബിഗ് ബാങ് തിയറി, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ ഒക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്.
പിന്നെ ഖുർആൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ് സൂറത്തുൽ അംബിയായിൽ പറഞ്ഞ വിഷയമാണ് മരണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും ആസ്വദിക്കും. പിന്നെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, ധൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ മവാസീനുൽ ഖിസ്ത്, മീസാനെ കുറിച്ച് പറയുന്നു. മീസാൻ അത് അന്യായം ആരോടും കാണിക്കൂല എന്നാണ്. ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ കൃത്യമായ പ്രതിഫലം അത് കിട്ടും. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ആ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു, നല്ല രൂപത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം മുഴുവൻ. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അനുഗ്രഹങ്ങളും പറഞ്ഞു. ഇവിടം വരെയാണ് നമ്മൾ ഇതുവരെയായി പരാമർശിച്ചത്.